ഡീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഒരു എപ്പിസോഡ് 100 ക്യാപ്പ് ചെയ്യുന്ന FPS. അപ്പോൾ ഇതൊരു പോളിംഗ് റേറ്റ് ടെസ്റ്റാണ് മൗസിൻ്റെ. ഇതിൻ്റെ മൈക്കിലാണ് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കളിച്ച് നോക്കാം. ഹലോ ഗൈസ്, ഹായ് ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂ വീഡിയോ ഒന്നുമല്ല. ഏറ്റവും കൂടിയ സെറ്റപ്പിൽ നിന്ന് ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സെറ്റപ്പിലേക്ക് കളിക്കുന്നത്. ഇതാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും, ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് കീബോർഡ്, മൗസ് പാഡ്, ഹെഡ്സെറ്റ്, ഇത്രയും സാധനങ്ങൾ എനിക്ക് മേടിക്കാൻ, ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന 4 സാധനം മേടിക്കാൻ എനിക്ക് 4000 രൂപയാണ് ആയത്. ഇതിൽ ഇവോ ഫോക്സിൻ്റെ മൗസാണ് വരുന്നത്. ഫാന്തം എയർ എന്ന് പറഞ്ഞിട്ട് 1000 ബോളിംഗ് റേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. അത് 600 രൂപയാണ്. പിന്നെ ഈ ഹെഡ്സെറ്റ് സെബ്രോണിക്സ് ജെറ്റ് പ്രോ എന്ന് പറയുന്ന ഒരു ഹെഡ്സെറ്റാണ്. ഈ ഹെഡ്സെറ്റ് വന്നിട്ട് 900 റുപ്പീസാണ്. ഇത് മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട് നിയോഡിയം ഡ്രൈവർ എന്ന് എഴുതിയിട്ടുണ്ട്, 40 mm നിയോഡിയം ഡ്രൈവർ. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ആ ഒരു മാഗ്നറ്റാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഈ കീബോർഡ് മേടിക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ റെഡ് സ്വിച്ചസ് ആണ്. എനിക്ക് ഈ കീബോർഡിൻ്റെ വേറെ 1-2 സാധനങ്ങൾ ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാനൊരു 3-4 കീബോർഡ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനെ പറ്റിയൊക്കെ കമ്പയർ ചെയ്തിട്ടാണ് ഈ കീബോർഡ് എടുത്തത്. 1500-1200 ബ്ലൂ സ്വിച്ച് കിട്ടും. എനിക്ക് ഭയങ്കര ടാക്ടൈൽ സ്വിച്ച് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ക്ലിക്കി ആയിട്ടുള്ള ഇഷ്ടമല്ല. എനിക്ക് റെഡ് സ്വിച്ചാണ് എനിക്കിഷ്ടം. അപ്പം കോസ്മിക് ബൈറ്റിൻ്റെ ഞാൻ മേടിച്ച ഫയർഫ്ലൈ കീബോർഡാണ്. പിന്നെ മൗസ് പാഡ്, ഈ ഒരു സൈസിലെ മൗസ് പാഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഈ മൗസ് വയ്ക്കുന്ന ടൈപ്പ് മാത്രം ഈ L സൈസ് വരുന്നത്, ഈ കീബോർഡും എല്ലാം കൂടെ വയ്ക്കുന്ന നീളമുള്ള മൗസ് പാഡ്സ് കിട്ടും. പക്ഷേ ഈ ഒരു സൈസിൽ കിട്ടാൻ പാടായിരുന്നു. ഇതൊരു 400 രൂപ 300 രൂപ എന്തോണ് ആയത്. സെബ്രോണിക്സിൻ്റെ തന്നെ മൗസ് പാഡാണ്, ഫയർ സ്റ്റോം എന്നാണ് മൗസ് പാഡിൻ്റെ പേര്. എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും വൈപ്പർ V3 Pro സെന്റിനൽ എഡിഷൻ, അത് 10-18 രൂപയുടെ മൗസാണ്. GSR SE മൗസ് പാഡ് അല്ലെങ്കിൽ ആർട്ടിസൺ Type 99 ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടിരുന്ന മൗസ് പാഡ്. അതിൽ നിന്ന് ഞാൻ മാറുന്ന ഒരു 300 രൂപയുടെ മൗസ് പാഡിലോട്ടാണ്. ആർട്ടിസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും അത് ഇന്ത്യയിൽ വാങ്ങിക്കാനായിട്ട് ഒരു 9000 രൂപയെങ്കിലും ആവും, ഷിപ്പിങ്ങും എല്ലാം കൂടെ കൂട്ടിയിട്ട്. GSR SE ROG ആണെങ്കിലും 10-4000 രൂപയ്ക്കകത്തുള്ള മൗസ് പാഡാണ്. കീബോർഡ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഹൺസ്മാൻ V3 Pro ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കീബോർഡ്. അതിൽ നേരെ ഒരു 2200 കീബോർഡിലോട്ട് മാറുകയാണ്. അപ്പം ഹെഡ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പോകുന്ന സെബ്രോണിക്സ് ആണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന IEMS 7 ഹെർട്സിൻ്റെ ടൈംലെസ് 2 ആണ്. അതേപോലെ തന്നെ കിവി ഇയേഴ്സിൻ്റെ ഓർക്കസ്ട്ര ലൈറ്റ്. ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു HD 490 Pro Plus ആണ്, സെനൈസറിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് മാറി 900 റുപ്പീസിൻ്റെ ഒരു ഹെഡ്സെറ്റിലോട്ടാണ് വരുന്നത്. ഇത് എനിക്ക് ടോട്ടലായിട്ട് ഇത് മേടിക്കാനായിട്ട് 4000 രൂപയാണ് അന്നായത്. ഞാൻ വാങ്ങിച്ചിട്ട് പോലെ 1.5 മാസവും. സമയം കിട്ടുമ്പോഴൊക്കെ ഇത് കുത്തി കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 1.5 മാസം കൊണ്ട് ഇപ്പോൾ വില ഡ്രോപ്പ് ആയെന്ന് എനിക്കറിയില്ല. എന്തായാലും അന്ന് വാങ്ങിച്ചാൽ 4000 രൂപ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. എൻ്റെ മോണിറ്റർ ഞാൻ മാറ്റിയിട്ടില്ല. മോണിറ്റർ 360 ഹെർട്സിൻ്റെ മോണിറ്ററാണ്. പക്ഷേ ഞാൻ അത് ഡൗൺ ക്യാപ്പ് ചെയ്ത് 60 ഹെർട്സിൽ ഇട്ടു. 60 ഹെർട്സിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ FPS 100 ക്യാപ്പ് ചെയ്തു. 60 ഹെർട്സ് മോണിറ്ററും 60 FPS മതി, പക്ഷേ 100 ഇട്ടു. എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ കളിച്ച് തുടങ്ങുന്ന കാലം തൊട്ട് CS 1.5 ആണെങ്കിലും കളിച്ച് തുടങ്ങുന്ന കാലം തൊട്ടേ അതിന് 100 FPS ഉണ്ട്. അപ്പം നിങ്ങളുടെ കാലഘട്ടത്തിൽ വരുന്ന ഒരു ഗെയിമാണ് വാലറന്റ്. അപ്പോൾ വാലറന്റിന് ഒരു 100 FPS മിനിമം കിട്ടണം എന്നേ ഞാൻ പറയുള്ളൂ. അത് അങ്ങനെയാണ്. അത് 100 കിട്ടിയില്ലെങ്കിൽ അത് കുറച്ച് പാടാണ് കളിക്കാനായിട്ട്. 60 FPS 70 FPS ഒക്കെ മതി, പക്ഷേ എന്നാലും 100 കിട്ടി അത്രയും നല്ല. അപ്പോൾ ഞാൻ 100 ക്യാപ്പ് ചെയ്യുന്ന FPS. സെറ്റപ്പ് മാറിയതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ തോന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കീബോർഡും മൗസ് പാഡും ഹെഡ്സെറ്റ് മാറിയതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അല്ലാതെ ഒരു കുറഞ്ഞ ഒരു പ്രോഡക്റ്റിലേക്ക് പോയി എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല ഇത് മാറിയ സമയത്ത്. അപ്പോൾ നമുക്ക് കളിച്ചു നോക്കാം. നിങ്ങൾ കണ്ടോ എങ്ങനെയാണ് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് കമൻറ്റ് ഇട്ടോ. എപ്പിസോഡ് 1 യൂസ് ചെയ്യുന്ന ഏറ്റവും ബഡ്ജറ്റ് ഗെയിമിംഗ് സെറ്റപ്പിലുള്ള എന്തെങ്കിലും സാധനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അഫിലിയേറ്റ് ലിങ്ക് താഴെ ഇട്ടേക്കാം. നിങ്ങളപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ച് ജെന്യൂൻ റിവ്യൂ ഇടാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഹെൽപ്പായിരിക്കും. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാൻ നോക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സീരീസ് ആയിട്ട് ഇറക്കാനൊരു പ്ലാനാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു എപ്പിസോഡ് 1 ആദ്യത്തേതാണ്. ഇതാണ് ഏറ്റവും ബേസ്. ഇതിൻ്റെ താഴോട്ട് ഒരു ഗെയിമിംഗ് ഗിയർ സെറ്റപ്പ് എനിക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഈ 4000 രൂപയ്ക്കകത്ത് ഈ ചെയ്തതാണ് ഈ പ്രൈസിൽ കിട്ടാമെന്നുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ. ഇനി വരുന്ന എപ്പിസോഡ് എന്ന് പറയുമ്പോൾ എപ്പിസോഡ് 2 എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂടിയ ഒരാൾ ഗെയിം കളിക്കുന്ന രീതിയിലായിരിക്കും. പിന്നെ എപ്പിസോഡ് 3, പിന്നെ എപ്പിസോഡ് 5, അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്ന 3 മാക്സിമം ഒരു ഗിയർ വരെ ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ. ഇതിൻ്റെ മൈക്കിലാണ് ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യണം. സംസാരിക്കാനെല്ലാം നിങ്ങൾ കേൾക്കുന്ന ഈ മൈക്കിലാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ സെറ്റിങ്ങിൽ കയറിയിട്ട് ഞാൻ ഓൾറെഡി മാറ്റിയതാണ്. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും മാറ്റണമെന്നേ ഉള്ളൂ. നമ്മൾ സോവിയുടെ മോണിറ്റർ 360 ഹെർട്സ് ആണ് എൻ്റെ മോണിറ്റർ. അതിനെ ഞാൻ 60 ഹെർട്സിലോട്ട് ക്യാപ്പ് ചെയ്യണം. 60 ഹെർട്സ് മോണിറ്റർ ആക്കി കീപ് ചേഞ്ചസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ വാലറൻറ്റിൽ കയറി വീഡിയോസിൽ കയറി ഇവിടെ ദാണ്ട് ഇത് കണ്ടോ, ലിമിറ്റ് FPS ഓൾവേസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ 100 FPS ലിമിറ്റ് ചെയ്തേക്കാണ്. എനിക്കിതിൽ എല്ലാം മാറിയതിൽ ഏറ്റവും സീൻ തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മൗസിൽ ഞാൻ ഇത്രയും കാലമായിട്ട് വയർലെസ് കളിച്ചിട്ട് പെട്ടെന്ന് തിരിച്ച് വയർഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു 2 ദിവസം എടുത്ത് എനിക്കൊന്ന് സെറ്റ് ആവാനായിട്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആരോ ഡെസ്കിൻ്റെ അടിയിൽ മറ്റേ വയറിൽ പിടിച്ച് തൂങ്ങി കിടക്കുന്ന ഒരു ഫീലാണ്. വയർലെസ് ആകുമ്പോഴത്തേ ആ ഒരു പിടുത്തം ഇല്ല കേട്ടോ. അത് ഭയങ്കര സീനാണ് വയർലെസ് എന്നൊക്കെ പറയുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മൗസ് ഒട്ടും വെയിറ്റ് ഇല്ല, ഭയങ്കര വെയിറ്റ് കുറവാണ് ഈ മൗസ്.
വേറെ സീനൊന്നുമില്ല, ഭയങ്കര വെയിറ്റ് കുറവാണ്. 1000 പോളിംഗ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു പോളിംഗ് റേറ്റ് ടെസ്റ്റാണ് മൗസിൻ്റെ. ഇത് 1000 പോളിംഗ് റേറ്റ് എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 1000 പോളിംഗ് റേറ്റ് 500-600 മൗസ് കിട്ടുന്നുണ്ടോ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 1000 പോളിംഗ് റേറ്റ് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് 1000 പോളിംഗ് റേറ്റ് കിട്ടുന്നുണ്ട്. 1000 പോളിംഗ് റേറ്റ് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. 900 റുപ്പീസിന് അവർ എങ്ങനെ ഇത്രയും കിടില ഹെഡ്സെറ്റ് ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടിപൊളി കംഫർട്ട്. എനിക്കൊരു സീനും ഇല്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു ഹെഡ് ബാൻഡ് ഇങ്ങനെ വരുന്നതിൽ വെയിറ്റ്, ഹെഡ്സെറ്റിൻ്റെ വെയിറ്റ് ഫുള്ള് നമ്മുടെ തലയിൽ നിന്നോളും. ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ടാണ് തോന്നുന്നത് ഈ സാധനം. നല്ല ക്വാളിറ്റി സാധനമാണ്. 900 റുപ്പീസിന് വേർത്താണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് കളിച്ച് നോക്കാം. അയ്യോ, എനിക്കാണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ കളിക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് മറ്റേ ഷട്ടർ ചെയ്യണ പോലെ തോന്നുമായിരുന്നു കളിക്കുമ്പോഴത്തേക്കും. മറ്റേ ഈ 360 ഹെർട്സിൽ നിന്ന് 60 ഹെർട്സിലോട്ട് വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു കണ്ണിൻ്റെ ഒരു അഡാപ്റ്റ് ആവാനുള്ള ഒരു സമയമാണ്. പിന്നെ നമ്മൾ സെറ്റായി കഴിയുമ്പോൾ കുഴപ്പമില്ല. ഈ ഒരു ഗിയർ മാറി വന്നൊരു സമയമുണ്ടല്ലോ, എന്ന് വെച്ചാൽ അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കുറച്ച് പാട് തോന്നിയെങ്കിലും ഇപ്പോൾ എനിക്ക് കളിക്കുമ്പോഴത്തേക്കും വലിയ സീനൊന്നും തോന്നണില്ല. ചിലർ വിചാരമുണ്ട് നമുക്ക് ഇപ്പോൾ കൂടിയ ഒരു ഗെയിമിംഗ് ഗിയർ ഉണ്ടെങ്കിൽ 360 ഹെർട്സിൻ്റെ മോണിറ്ററും കൂടിയ ഹെഡ്സെറ്റും മൗസും പാഡും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഫ്യൂച്ചർ കാണാൻ പറ്റുന്നതാണ് അവരുടെ വിചാരം. അങ്ങനെയൊന്നും അല്ല, ഫ്യൂച്ചറൊന്നും കാണാൻ പറ്റില്ല. ചെറിയൊരു മില്ലി സെക്കൻഡ് ഡിലേ വരും. മില്ലി സെക്കൻഡ് എന്ന് പറയുമ്പോൾ തന്നെ 1 സെക്കൻഡോളം കഴിയും. ഈ ഗിയറും പൈസ കൊടുത്ത് സാധനം വാങ്ങിക്കണതിനൊക്കെ കാണും വലുത് കഴിവെന്ന് പറയുന്ന സാധനമാണ്. അതുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നല്ലതുപോലെ എന്ത് സാധനം തന്നാലും ഒരു കളിക്കാൻ പറ്റും. നമ്മൾ പിന്നെ സ്ട്രീമിംഗ് ഒരു പാർട്ടാണ് കരിയറിൻ്റെ എന്നുള്ളത് കൊണ്ടാണ് ഗിയറിലൊക്കെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യണത്. ഇപ്പോൾ ഇങ്ങനെ റൈറ്റ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയറായിട്ട് കേൾക്കാം. വേണ്ട സൈറ്റിൽ ഡിഫോൾട്ട് പ്ലാൻ ചെയ്യണം. ഇതിലെല്ലാം ക്ലിയറായിട്ട് കേൾക്കാം കേട്ടോ, അടിപൊളിയായിട്ട് കേൾക്കാം. ഇത് ഒരു റിവ്യൂ വീഡിയോ അല്ലാത്തതുകൊണ്ട് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഞാൻ 60 മണിക്കൂറോ 100 മണിക്കൂറോ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഈ മൗസ് ലാസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ഈ ഹെഡ്സെറ്റ് ലാസ്റ്റ് ചെയ്യോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിപ്പോൾ 60-100 മണിക്കൂർ കളിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. റിവ്യൂ വീഡിയോ അല്ല ഇത്. കീബോർഡ് ഞാൻ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, 60-100 മണിക്കൂർ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഹെഡ്സെറ്റ്, മൗസ് പാഡ്, ഈ 3 സാധനം ഞാൻ ഇതുമായിട്ട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയുള്ളൊരു സമയം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൂടിയ സെറ്റപ്പിൽ നിന്ന് കുറഞ്ഞതിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കൂടിപ്പോൾ ഒരു 5-6 മണിക്കൂർ യൂസ് ചെയ്താണേ ഉള്ളൂ. പക്ഷേ യൂസ് ചെയ്തെടുത്തോളം ഇത് കൊള്ളാം. ഈ മൗസിന് കറക്റ്റാണ്, സൈസാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ പെട്ടെന്ന് തിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊന്നും നമുക്ക് ഈ ട്രാക്കിങ്ങിൻ്റെ പ്രശ്നമോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ആവുന്നില്ല. മൗസ് പാഡ് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല മൗസ് പാഡ്. 300-400 രൂപയ്ക്ക് ഇത് എന്ത് കുറ്റം പറയാനാണ്, നല്ല മൗസ് പാഡ്. ഹെഡ്സെറ്റാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് തോന്നുന്നത്. വെച്ചാൽ നമുക്ക് കളിക്കുമ്പോഴത്തേക്ക് തല വെച്ച് കഴിഞ്ഞാൽ ആളെവിടെ നിന്ന് വരണമെന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് കൂടുതൽ മറ്റേ വെർട്ടിക്കാലിറ്റി, ഹൊറിസോണ്ടൽ ഇതും ഡെപ്തും കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ആൾ പറഞ്ഞാൽ മനസ്സിലാവോ കേൾക്കാവോ ഇല്ലേ, കംഫർട്ടബിൾ ആണോ അല്ലേ, അത്ര തന്നെ. ലൈറ്റ് ഉണ്ട്, എനിക്ക് ലൈറ്റ് വേണം. ഈ ഒരു വിലയ്ക്ക് ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് ലൈറ്റ് വേണം. ഈ 60 ഹെർട്സ് മോണിറ്റർ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ആ കാലം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 240 ഒക്കെയാണ് നോർമൽ. 15 രൂപ 13 രൂപയ്ക്കൊക്കെ 240 ഹെർട്സ് മോണിറ്റർ കിടക്കണുണ്ട്. 300 ഹെർട്സ് മോണിറ്റർ കിടക്കണുണ്ട് 14,000 രൂപയ്ക്ക് ഒരെണ്ണം. പണ്ടത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വളരെ ഈസിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് മോണിറ്റർ, ഒരു നല്ലൊരു ഹെർട്സുള്ള മോണിറ്റർ ഇട്ടാനായിട്ട്. അതും വില കുറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇതിൻ്റെ റിവ്യൂവിൻ്റെ അവസാനത്തെ ഒരു കൺക്ലൂഷനാണ് ഗൈസ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ എന്തെങ്കിലും മാറി കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കുറഞ്ഞ ഒരു ഗിയർ സെറ്റപ്പിലോട്ട് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത മൗസാണ്. മൗസ് അത് ഇതിന് പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇത് കൊള്ളില്ലാത്തതുകൊണ്ടോ അല്ല. ഹെഡ്സെറ്റ് കൊള്ളാം, മൗസ് പാഡ് കൊള്ളാം, മൗസ് കൊള്ളാം, കീബോർഡ് ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഇതൊരു 2000-1800 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അതൊരു പക്കാ സ്റ്റീലാണ് ഗൈസ്. ഇവർ വെച്ചേക്കുന്ന കീ തന്നെ റെഡ് സ്വിച്ചസ് ആണ്, അടിപൊളി കീബോർഡ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗിയർ മാറ്റർ ചെയ്യുമോ റാങ്കിന് അല്ലെങ്കിൽ ഇതിനൊക്കെ മാറ്റർ ചെയ്യുമോ എന്നുള്ളതിന് ബേസിക് ഒരു ഗിയറാണ്. ഒരു 1000 പോളിംഗ് റേറ്റുള്ള ഒരു മൗസ്, ഒരു ഡീസൻ്റ് ഒരു മൗസ് പാഡ്. കീബോർഡിൽ വലിയ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കീബോർഡ് കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ ഇപ്പോഴും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. കീബോർഡിൽ അവസാനം ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങളെല്ലാം അപ്ഗ്രേഡ്, ഹെഡ്സെറ്റ്, മൗസ് പാഡ്, ഇത്രയും സാധനങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങളെ സിസ്റ്റവും നല്ല സെറ്റാണ്, നല്ല ഗ്രാഫിക് കാർഡ്, നല്ല പ്രോസസ്സർ കൊണ്ട് അവസാനം കീബോർഡ് വാങ്ങിച്ചാൽ മതി. കിടിലൻ ഹെഡ്സെറ്റ് ഈ സാധനം എന്ന് വെച്ചാൽ ഈ ലൈറ്റൊക്കെ കണ്ടാൽ നിങ്ങൾ വിഷയമില്ല, എനിക്കങ്ങ് ഊരാനേ തോന്നുന്നില്ല. ഇത് നല്ലൊരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കളിച്ചപ്പോഴും അത് എനിക്ക് വളരെ ഇഷ്ടമായി. കുടിച്ചപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട്, എവിടെ നിന്നാണ് ആൾ പറയുന്നത് ഡീസൻ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ അപ്പുറമൊന്നും കൂടുതൽ ചോദിക്കാൻ പറ്റില്ല. മൈക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗിയർ മാറ്റർ ചെയ്യും ഉറപ്പായിട്ടും, പക്ഷേ സ്കിൽ എബവ് ഓൾ, മനസ്സിലായി. അപ്പം
നോക്കിയും കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, പറഞ്ഞുതരാം. ഇത് എപ്പിസോഡ് 1 ആണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ചുകൂടെയൊക്കെ കാശുകാരനായി, എനിക്കൊരു ജോലിയൊക്കെ കിട്ടി, സ്കൂളിൽ നിന്ന് പഠിത്തമൊക്കെ മാറി, മനസ്സിലായി, അല്ലെങ്കിൽ വേറെ വല്ല ലോട്ടറി അടിച്ച് വീട്ടുകാർ കാശ് തന്ന് ആ ഒരു സെറ്റപ്പ്, മനസ്സിലായി, ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പായി. അപ്പോൾ ഞാൻ എന്ത് അപ്ഗ്രേഡ് ചെയ്യും? അടുത്ത എപ്പിസോഡ് 2-ൽ വേറെ മൗസ് പാഡ്, വേറെ മൗസ്, വേറെ ഹെഡ്സെറ്റ്, കീബോർഡ് ഇത് തന്നെ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ കീബോർഡ് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പൈസ ആയിട്ടില്ല, അത്ര റേഞ്ച് ആയിട്ടില്ല. മോണിറ്ററും മിക്കവാറും മാറും. 144 ഹെർട്സിൻ്റെ മോണിറ്റർ ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ. ഈ സീരീസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാം. താങ്ക് യു ഗൈസ്, ബൈ.